നമസ്കാരം. 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഏപ്രിൽ മാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 രാശിമാറ്റങ്ങളെന്ന് എടുത്തു പറയാനുള്ളത് ശുക്രൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റമാണ്. ഈ വർഷം ജനുവരി 21 പുലർച്ചെയാണ് കർക്കിടകം രാശിയിൽ നിന്നും വക്രഗതിയായി മിഥുനത്തിലേക്ക് ചൊവ്വയെത്തിയത്. ഏകദേശം ഒരു 70-ലധികം ദിവസങ്ങളാണ് ചൊവ്വ മിഥുനം രാശിയിൽ തന്നെ തുടർന്നതും. ഇനി വക്രഗതി വിട്ട് നേർഗതിയിൽ കർക്കിടകം രാശിയിലേക്ക് ചൊവ്വ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൊവ്വയെ പൊതുവെ പറയുന്നത് പുരുഷഗ്രഹമെന്നും പാപഗ്രഹമെന്നും ഒക്കെ പല പേരിൽ തന്നെയാണ് ചൊവ്വയെ വർണ്ണിക്കുന്നത്. അപ്പോൾ നവഗ്രഹങ്ങളിലെ സേനാനായക പദവി കൂടി ചൊവ്വയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബുധനാണ് ചൊവ്വയുടെ ശത്രുഗ്രഹം. കർക്കിടകം രാശിയിലേക്ക് എത്തിയ ചൊവ്വ ജൂൺ 7 വരെ കർക്കിടകം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാർക്ക്, അതായത് 6 നക്ഷത്രക്കാർക്ക് മഹാരാജയോഗമാണ് ആരംഭമായിരിക്കുന്നത്. ഈ രാജയോഗം ലഭിക്കാൻ പോകുന്ന ആ 6 നക്ഷത്രക്കാരിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി അനുഭവിച്ച എല്ലാ ദുരിതങ്ങളുമാണ് മഹാരാജയോഗത്തിലൂടെ മാറാനായി പോകുന്നത്. അപ്പോൾ ചൊവ്വ ജൂൺ 7 വരെ കർക്കിടകം രാശിയിൽ തന്നെ തുടരുന്നതാണ്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള ആ ഒരു കാലഘട്ടം വളരെ വലിയ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മഹാരാജയോഗമാണ് ഈ 6 നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെയും അതിൽ മാറ്റമുണ്ടാകും. അതും 6 നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം ലഭ്യമാകാൻ പോകുന്നത്. നേട്ടത്തിൻ്റെ സമയം ആരംഭിച്ചിരിക്കുന്നു, ഭാഗ്യത്തിൻ്റെ സമയം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റമായിട്ടാണ് ഇവിടെ ഈ ജൂൺ വരെയുള്ള സമയം ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഫലമായി അനുഭവത്തിൽ വരുന്നത്. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ഇതിലാദ്യത്തെ നക്ഷത്രം മകയിരമാണ്. കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് മകയിരം നക്ഷത്രക്കാർ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമായിട്ടാണ് ഏപ്രിൽ മാസം വന്നിരിക്കുന്നത്. ലോകത്തിൽ വളരെയധികം ദുരിതം അനുഭവിച്ച ഒരു നക്ഷത്രം എന്ന് വേണമെങ്കിലും ഈ മകയിരം നക്ഷത്രക്കാരെ പറയാം. അത്രയ്ക്ക് ദുരിത അവസ്ഥയിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്ന നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ കാഹളമാണ് മുഴങ്ങിയിരിക്കുന്നത്. പല വിധത്തിലുള്ള രോഗാവസ്ഥകളാണ് നിങ്ങൾക്ക് ഏറ്റവും വേദന നൽകിക്കൊണ്ടിരുന്നത്. ഒന്നിനു പിറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ. ഇതേ അവസ്ഥയിലും നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തു. ഈശ്വര ഭജനം മുടക്കിയില്ല. പ്രാർത്ഥനകൾ ദൈവത്തോളം നിങ്ങൾ മരുന്നിനെ എത്രത്തോളം പ്രാധാന്യം കൊടുത്തോ അതിലുപരിയായി നിങ്ങൾ ദൈവാധീനപരമായി അല്ലെങ്കിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഈശ്വര ഭജനവും ഈശ്വര ചിന്തയും നിങ്ങൾ കൈവിട്ടിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മഹാരാജയോഗം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഭാഗ്യം തുടങ്ങുകയാണ്. വളരെ നാളുകളായി ജോലി പോലും ഇല്ലാതിരുന്ന, കടബാധ്യതകളിൽ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് ഉടൻ തന്നെ കടബാധ്യത മാറാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ആ ഉദ്യോഗം തന്നെ ലഭിക്കുന്നതാണ്. ജോലിയുള്ളവർക്കാകട്ടെ പ്രൊമോഷൻ സാധ്യത, കർമ്മരംഗം ഒന്നുകൂടി മെച്ചപ്പെടാൻ പോവുകയാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഭവനയോഗം തെളിയുന്നുണ്ട്, ധനസൗഭാഗ്യം തെളിയുന്നുണ്ട്. എല്ലാ വിധത്തിലും ഗുണാനുഭവങ്ങളാണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ മകയിരം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഈ ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ തേടി വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ മഹാരാജയോഗം നിമിത്തം ഉണ്ടാകുന്നതാണ്. സ്വന്തമായ ഒരു ഗൃഹം ഉണ്ടാകുന്നതാണ്. ഒരു അപൂർവ ഭാഗ്യ സമയം കൂടിയാണിത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാർഗങ്ങൾ വഴി ധനാഗമനം ഉണ്ടാകുന്നതാണ്. ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്, നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. രണ്ടാമത്തെ നക്ഷത്രം അശ്വതിയാണ്. സമ്പൂർണ്ണ രാജയോഗം, അതിൻ്റെ പൂർണ്ണഫലം നൽകുന്ന നക്ഷത്രം കൂടിയാണ് അശ്വതി. സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നൊരു സമയം കൂടിയാണ്. ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല. ജോലി ഉള്ളവരാകട്ടെ പല രീതിയിൽ ആ ജോലിയൊക്കെ നഷ്ടമായി പോയിട്ടുമുണ്ട്. പലവിധ പ്രശ്നങ്ങളാൽ, പലവിധ ബുദ്ധിമുട്ടുകളാൽ നിങ്ങളാകെ ജീവിതം നഷ്ടപ്പെട്ട് നശിച്ചൊരവസ്ഥയിലായിരുന്നു. ഈ സമ്പൂർണ്ണ രാജയോഗം ധാരാളം ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
അതിൻ്റെ ഫലമായി മകീര നക്ഷത്രക്കാർക്കും ഈ അശ്വ നക്ഷത്രക്കാർക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞുപോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പലവിധ അസുഖങ്ങളും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ ജീവിതം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കും. കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കും. കടം വീട്ടാൻ സാധിക്കും. ദൈവമായിട്ട് നിങ്ങളിലേക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം, ഒരു സമ്പൂർണ്ണ രാജ്യയോഗം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസംബർ തീരുന്നതിന് മുൻപ് തന്നെ കടങ്ങളൊക്കെയും പൂർണ്ണമായി വീട്ടാനും അതൊക്കെ തീർക്കാനുമുള്ള സർവ്വവിധ ഐശ്വര്യങ്ങളും ബാധ്യതകളൊക്കെ തീർന്ന ഒരു ജീവിതം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയതായിട്ടുള്ള വസ്തു വാങ്ങാനും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, വാഹനം ഇതൊക്കെ വാങ്ങാനുള്ള യോഗം കൂടി തെളിയുന്നതാണ്. അപ്പോൾ 2025 ഒരു സമ്പൂർണ്ണ ഭാഗ്യവർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക്. മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒക്കെ വളരെ നല്ല സമയമാണ്. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന ഒരു വർഷം കൂടിയാണ്. ഉത്തമരായ പങ്കാളിയെ ലഭിക്കാനുള്ള, വിവാഹ ബന്ധങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി വന്നു ചേരുന്നുണ്ട്. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ സന്തതിയില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തതി ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ടും ഈ വർഷത്തിനുള്ളിൽ തന്നെ തൊഴിൽ ലഭിക്കാതെ വലയുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉത്തമ തൊഴിൽ ലഭിച്ചിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരായ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഭാഗ്യാനുഭവം ഈ വർഷം തന്നെ ഉണ്ടാകും. ഇനി ജോലിയില്ല എന്നൊരു വിഷമം നിങ്ങളെ ബാധിക്കുകയില്ല. സമ്പൂർണ്ണ മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം കൂടിയാണ്. സ്വദേശത്താകാം അല്ലെങ്കിൽ വിദേശത്തുമായിരിക്കാം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്താണെങ്കിലും, ഏത് സ്ഥലത്ത്, സ്വദേശത്തു നിന്നായാലും വിദേശത്തായാലും മികച്ച ശമ്പളമുള്ള ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനത്തിനൊക്കെയുള്ള അനുകൂലമായ സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. മാത്രമല്ല, ധനപരമായ വളരെ അനുകൂലമായ സമയം കൂടിയാണ്. അതിൽ തൊഴിൽപരമായും വിവാഹപരമായും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു സമയം വന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഭക്ഷണ സുഖം കാണുന്നുണ്ട്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്നുണ്ട്. കടബാധ്യതകൾ ഒഴിയുന്നതാണ്. സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതാണ്. ഒരു നിക്ഷേപങ്ങൾക്കൊക്കെ നല്ല ഒരു സമയം കൂടിയാണ്. സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൊണ്ട് PSC പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് അനുകൂലമായ വിജയം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ അടുത്ത നക്ഷത്രം മകമാണ്. മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കുന്ന സമയമാണ് ആരംഭമായിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തെ അല്പം കല്ലുകടി, അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തെന്നാൽ അതിനൊക്കെയാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. സാമ്പത്തിക ദൃഢത കൈവരിക്കാനായി പോകുന്നതാണ്. ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക സ്ഥിതി, നിങ്ങളൊരു നല്ല സ്ഥിതിയിലേക്ക് എത്താനായി പോവുകയാണ്. മാതാവിനോ അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാവിന് തുല്യമായി തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികൾക്കൊക്കെ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ ധാരാളമായി വലച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾക്കും അത് വളരെയധികം വേദനാജനകം തന്നെയാണ്. അപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ ആ വിഷമാവസ്ഥയൊക്കെ ഇപ്പോൾ മാറാൻ പോവുകയാണ്. സന്തോഷത്തിൻ്റെ സമയമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെയൊക്കെ സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ആരംഭമായിരിക്കുന്നത്. എവിടെയൊക്കെ തൊട്ടാലും അവിടെയൊക്കെ വിജയമായി, ആഹ്ലാദമായി, സന്തോഷമായി ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ധാരാളം വരികയാണ്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെ സുനിശ്ചിതമായി നിങ്ങളെ തേടി ഭാഗ്യാനുഭവങ്ങൾ വരുന്നതാണ്. എന്ത് കാര്യം ചെയ്താലും അതൊക്കെ തുടർന്നതൊക്കെ പൊന്നായി മാറും എന്നതാണ് സാരം. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും പലപ്പോഴായി ചെയ്തിട്ടുണ്ട്, അതൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. പക്ഷേ ഇനി ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒന്നേ എന്ന് പല കാര്യങ്ങളും തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ്. ബന്ധുഗുണം വർദ്ധിക്കുന്നുണ്ട്. കുടുംബ സമേത യാത്രയൊക്കെ പോകാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. ബന്ധുക്കളായി ഭിന്നത അനുഭവിച്ചിരുന്ന ആളുകൾ, അല്പം എന്തെങ്കിലുമൊക്കെ പ്രശ്ന നിമിത്തം ബന്ധുക്കളുമായി അകന്നു നിന്ന ആളുകൾക്ക് അതൊക്കെ മാറി വീണ്ടും അടുക്കാനുള്ള സമയമാണ്. തൊഴിൽപരമായ ഉയർച്ച, ഭാഗ്യമൊക്കെ വർദ്ധിക്കുന്ന മാസം കൂടിയാണിത്. അനിഴം നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം ശ്രദ്ധേയമായി പറയേണ്ടത് ധനപരമായ ഒരു മുന്നേറ്റം തന്നെ നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയമാണ് ചൊവ്വയുടെ ഈ കർക്കിടകം രാശിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി വളരെയധികം ഭാഗ്യം കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അനിഴം നക്ഷത്രം. അടുത്ത നക്ഷത്രം ചോതിയാണ്. ഒരുപാട് വേദനകൾ
ദുഃഖങ്ങൾ ഒക്കെ പേറിക്കൊണ്ട് നടന്ന സമയങ്ങളാണ് കഴിഞ്ഞു പോയത്. അതിൽ നിന്ന് മാറി വലിയൊരു മോചന സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബന്ധുജനങ്ങളുമായി ആകസ്മികമായി ഉണ്ടായ വേർപാടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് നൽകി. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയാണ്. ഇനി ബന്ധുബലം വർദ്ധിക്കാൻ പോവുകയാണ്. ബന്ധുബലം വർദ്ധിക്കുമ്പോൾ വിവാഹം കഴിയാതെ ആളുകളാണെങ്കിൽ നക്ഷത്രക്കാരായ ആളുകൾക്ക് വിവാഹം ഉണ്ടാവുകയും അതുവഴി കൂടുതൽ ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ പിണക്കമുണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും രമ്യതയിലെത്താൻ കഴിയുന്നതാണ്. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന ഭിന്നതയൊക്കെ ഈ ഒരു മാസം കൊണ്ട് തന്നെ അവസാനിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് മന്ദത മാറാൻ പോവുകയാണ്. തൊഴിൽ ഉന്നതി ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. തൊഴിലില്ലാത്തവർക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിലിൽ മാറ്റമുണ്ടാകാൻ, ട്രാൻസ്ഫറൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ലഭിക്കാനുള്ള സന്ദർഭം കൂടിയുണ്ട്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ സഹോദര ഗുണം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖല ശാന്തമാകുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള ആ ഒരു കാലുഷ്യം, ഒരു ഭയങ്കര നമ്മൾ പറയാം സുനാമി സമയത്ത് കടൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെയായിരുന്നു. തൊഴിലിന് എങ്ങനെ ഇറങ്ങിയാലും തടസ്സങ്ങളായിരുന്നു. ഇല്ലാത്ത പണങ്ങൾ കൊടുത്ത് ജോലിക്ക് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. തടസ്സം മാത്രം, ധനം നഷ്ടം മാത്രം. ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരാൻ പോവുകയാണ്. എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യത്തിന് മെച്ചമുണ്ടാകുന്ന ആരോഗ്യമുണ്ടാകാൻ പോവുകയാണ്. മറ്റ് പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയം തന്നെയാണ്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ അല്ലെങ്കിൽ അനുകൂലമായ സമയം തന്നെയാണിത്. അടുത്ത നക്ഷത്രം പൂയമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞൊരു സമയമായിരുന്നു പൂയം നക്ഷത്രക്കാർക്ക്. അതിൽ നിന്നൊക്കെ ഒരു ശമനമെന്നോണമാണ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ പറയേണ്ട ഏപ്രിൽ മാസം വന്നണഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിട്ടി, പാട്ടം അതിലൊക്കെ കുറികിട്ടാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. തൊഴിൽപരമായി നേട്ടത്തിൻ്റെ തന്നെ സമയമാണ്. ബന്ധുക്കളുമായി അഭിപ്രായ രമ്യതയിലൊക്കെ എത്താനും സ്നേഹബന്ധങ്ങളിലൊക്കെ ഉലച്ചിലില്ലാതെ മുന്നോട്ട് പോകാനുമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ നിലനിന്നിരുന്ന ക്ലേശങ്ങൾ, ദാമ്പത്യ ക്ലേശങ്ങളാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളാകട്ടെ അതൊക്കെ മാറി ഐക്യമായി കുടുംബ കലഹങ്ങളൊക്കെ മാറി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. എന്തിനിറങ്ങി പുറപ്പെട്ടാലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സ സ്വഭാവം ഇവിടെ മാറുകയാണ്. ഇനി നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.